ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നുമല്ല, ഒരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട് വന്നിട്ടുള്ളത്. 2 ദിവസമായിട്ട് യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. എങ്ങോട്ടാണെന്നൊന്നും പ്ലാൻ ചെയ്യാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു കോയമ്പത്തൂർ. അപ്പോൾ അവിടുന്ന് ഒഴിവാകുന്നതിനനുസരിച്ച് അവിടുന്ന് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലഗേജൊക്കെ പാക്ക് ചെയ്താണ് പോയത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവായപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ പോയത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. ഓൺ ദ വേ ആണ് റൂം ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ എങ്ങോട്ടാണ് പോകണമെന്നൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൂം ഒരു ദിവസത്തേക്കാണ് കേട്ടോ ഈ ഒരു കോട്ടേജ് കിട്ടിയത്. നമ്മൾ ഒരു ദിവസം അവിടെ നിന്നിട്ടുള്ളൂ. കുറച്ച് ഒരു 2 മാസമോ 3 മാസമോ ഏറെ 3 മാസം ആയിട്ടുള്ളൂ കൊടൈക്കനാലൊന്ന് വന്നു പോയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തിരുന്നതുകൊണ്ട് കറങ്ങാനൊന്നുമില്ല ഇവിടെ. പിന്നെ 2-3 ദിവസം സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും തങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ അങ്ങനെ റൂം സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്തു കേട്ടോ പിറ്റേ ദിവസം. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഉണ്ട്. യാത്രാ വിവരണത്തിൽ ഞാൻ പണ്ടേ ബാക്കൊക്കെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ നിങ്ങളിങ്ങനെ കാണുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്നൊരു റൂമായിരുന്നു കേട്ടത്. അപ്പോൾ അപ്പർ ബെർത്ത് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ മാജിക്ക് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായിരുന്നു. ഒരു കേവ് പോലത്തെ ബാത്റൂമൊക്കെ കേവ് പോലത്തെ ഒരു ടൈപ്പിലൊരു പ്രത്യേക ടൈപ്പ് ഒരു വുഡൻ ഹൗസ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പുമാണ് കൊടൈക്കനാൽ. അപ്പോൾ അന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരു ഉച്ചയായപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് എങ്ങോട്ടാന്ന് പ്ലാനിങ് ഇല്ലാതെയാണ് അപ്പോഴും ഇറങ്ങിയത്. പിന്നെ നമ്മളിങ്ങനെ കമ്പം തേനി വഴി കുമിളി തേക്കടി വന്നിട്ട് റൂം എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമ്മൾ തേക്കടിയാണ് എത്തിയത് കേട്ടോ. അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. പിറ്റേ ദിവസം രാവിലെ ബെഡിൽ നിന്ന് എണീറ്റപ്പോഴുള്ളൊരു സീനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഈ ചില്ലുകളൊക്കെ പല കളറുകളായിട്ട്. നമ്മുടെ ആദ്യത്തെ തറവാട് വീടിന് അങ്ങനെ ആയിരുന്നു കേട്ടോ. പല പല കളറായിട്ടുള്ള ഗ്ലാസ്സുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെളിച്ചം വന്നപ്പോൾ രാവിലത്തെ വെളിച്ചത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. സീലിങ്ങുമൊക്കെ ഇങ്ങനെ അടിക്കണ കാണാൻ കേട്ടോ. നല്ല തണുപ്പായിരുന്നു. രാത്രി നല്ല അസഹനീയമായ തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ മഴയുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെയും മഴയുണ്ട്. കോയമ്പത്തൂർ വന്നപ്പോൾ കോയമ്പത്തൂരും മഴയുണ്ട്. പൊള്ളാച്ചിക്കുടി വന്നപ്പോൾ അവിടെയും മഴയുണ്ട്. വരുന്ന വഴിയൊക്കെ മഴയുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം തേക്കടിയിലെത്തിയപ്പോൾ അവിടെയും നല്ല മഴയുണ്ട്. പക്ഷെ മഴ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തേക്കടി എത്തി. അപ്പോൾ അവിടെ നമ്മൾ റൂം എടുത്ത റിസോർട്ടിലത്തെ ആൾ പറഞ്ഞു ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സൊന്നുമില്ല, പക്ഷേ ഒരുപാട് ഫ്ലവർ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബോൾസം ഫ്ലവേഴ്സും അതേപോലെ ചെണ്ടുമല്ലി, സൺഫ്ലവർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ മെയിനായിട്ട്. ഇതിൻ്റെയൊക്കെ വിത്തുകളും തൈകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോഴും ഇവിടെ തേക്കടിയിലാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോൻ്റെ ശബ്ദമൊക്കെ നല്ലോണം ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് സ്റ്റാളുകളും ഉണ്ട് കേട്ടോ. ഒരുപാട് നമ്മളെ നിത്യോപയോഗ സാധനങ്ങളുടെ സ്റ്റാളുകൾ, വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ, ചിപ്സുകൾ, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ബാൾസം പ്ലാന്റ് നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഇതേപോലെ നല്ലോണം പൂക്കും. നമ്മുടെ നാട്ടിൽ ഞാനൊരുപാട് ഉണ്ടാക്കി നോക്കിയിട്ടും വല്ലാണ്ട് ഇതുപോലെ പൂക്കാറില്ല. ചില സമയത്ത് പൂക്കും, അത് ചില സമയം പോവുകയും ചെയ്യും. സീസണൽ പ്ലാന്റ് ആണല്ലോ ബോൾസം പ്ലാന്റ്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഒരുപാട് അടുപ്പിച്ചിങ്ങനെ ഒരേ ചെടികൾ തന്നെ ഒരുമിച്ച് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തോന്നിയിട്ടാ. ഇനി സൂര്യകാന്തിയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടൊക്കെ. നമ്മുടെ ഒരു കറുപ്പ് നല്ല ഒരു ടബുകളുണ്ടല്ലോ റോഡ് സൈഡിലൊക്കെ വെക്കുന്ന ആ ഒരു ടബിലാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഒരു 50% ബോൾസം പ്ലാന്റുകൾ തന്നെയാണ്. പിന്നെ ചെണ്ടുമല്ലിയാണ് കൂടുതലുള്ളത്. പിന്നെ സൺഫ്ലവർ അങ്ങനത്തെ സംഭവം. ആ സ്റ്റാർ ഗ്രാസ് ഉണ്ട് കേട്ടോ. അതും ചട്ടികളിലാക്കിയിട്ട് തന്നെ കൂട്ടം കൂട്ടമായിട്ട് വെച്ചിരിക്കുകയാണ് പച്ചപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ. പിന്നെ അതാ ചെറിയ ചെറിയ ഇതേപോലെ കത്തി, കാസ്റ്റേണിൻ്റെ, കാസ്റ്റേണല്ല, അയൺ ഷീറ്റിൻ്റെ ചട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കത്തി വാങ്ങിട്ടോ, മീനൊക്കെ മുറിക്കാൻ പറ്റിയ ഈ ഒരു ടൈപ്പ് കത്തി വാങ്ങി. നല്ലോണം അണച്ചാൽ നല്ല മൂർച്ചയാവുന്ന ടൈപ്പാണ്. പിന്നെ അയൺ ഷീറ്റിൻ്റെയാണ്. ഈ ഒരു സംഭവം എനിക്കിഷ്ടമല്ല കേട്ടോ. അയൺ കാസ്റ്റേണിൻ്റെ പോലെയല്ല, പെട്ടെന്ന് ചൂടായിട്ട് ഇതാവും. അപ്പോൾ നല്ല ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ തടുക്ക പാനും അങ്ങനത്തെ പല പാനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വാങ്ങിയില്ല. അതേപോലെ തന്നെ ഒരുവിധപ്പെട്ട പച്ചക്കറികളൊക്കെ അവർ ചട്ടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ടെറസ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണത്. നമ്മൾ ഇതിനൊക്കെ വിത്തുകളും തൈകളൊക്കെ ഇവിടെ വാങ്ങാനും കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ എല്ലാത്തിലും കായ പിടിച്ചിട്ടുണ്ട്. പടവലങ്ങയും കുമ്പളങ്ങയും എല്ലാ പച്ചക്കറിയും ഉണ്ട്. വള്ളികളായിട്ട് വളർത്തുന്ന എല്ലാ പച്ചക്കറികളും. അതിങ്ങനെ ചെയ്യാന്നുള്ളൊരു ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതിൻ്റെയൊക്കെ വിത്തുകളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ലോണം കായ്ച്ചിട്ടുണ്ട്. നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ ടെറസിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു എന്താണ് കേട്ടോ ഐഡിയ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ബാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാത്രി മോന് ഭയങ്കര ശബ്ദം ബഹളമായിരുന്നു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൻ്റെ ശബ്ദമാണ് മുന്നിൽ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് വെച്ചായിരുന്നു. ഇപ്പോൾ എണീറ്റിട്ടില്ല, അപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. നല്ല വ്യത്യാസം കാണും ചിലപ്പോൾ ശബ്ദത്തിൽ. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. തേക്കടിയിലും നല്ല ഒരു എന്താ പറയുക, ഒരു സുഖമുള്ള തണുപ്പാണ്. ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തണുപ്പുമല്ല, അങ്ങനെ. മെയിനായിട്ട് ബോൾസം പ്ലാന്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പല വെറൈറ്റി കളേഴ്സിലും ബോൾസം പ്ലാന്റ്സ് തന്നെയാണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര പാടാണ് ഉണ്ടാവാൻ. ഉണ്ടാവും, പക്ഷേ ഇതുപോലെ പൂക്കൂല. ഇതുവരെ ഭയങ്കര ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പോട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പോട്ടിൽ വെച്ചിട്ടുള്ള ഗ്രാസ് ആർട്ടിഫിഷ്യലാണ് കേട്ടോ. സൂര്യകാന്തിൻ്റെ ഒരു തോട്ടം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പോട്ടിൽ ഓരോ പ്ലാന്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ എല്ലാത്തിലും പൂവുണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടൊക്കെ. പിന്നെ പല വെറൈറ്റി അച്ചാറുകളും വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഭിന്നശേഷിക്കാരുടെ സ്കൂളിലേക്കുള്ള സഹായമായിട്ടുള്ള നമ്മൾ കുടുംബിനികൾ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ. ബീഫിൻ്റെ അച്ചാറും ചിക്കൻ്റെ അച്ചാറൊക്കെ ഉണ്ട്. ഞാൻ അത്ര വലിയ അച്ചാർ ഫാൻ അല്ല കേട്ടോ. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അച്ചാർ കഴിക്കൂല. അച്ചാർ ഉണ്ടാക്കാനും ബാക്കാണ്. പിന്നെ ഇവർ കാക്ക നല്ലോണം അച്ചാർ കഴിക്കുകയും ചെയ്യും. ഭയങ്കര വാരി വലിച്ച് കഴിക്കല്ലേ, എവിടെ കണ്ടാലും വാങ്ങിക്കൊണ്ടിരും എല്ലാ വെറൈറ്റിയും. പിന്നെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഫർണിച്ചറിൻ്റെ ഒക്കെ സാമ്പിൾസൊക്കെ വെച്ചിട്ടുള്ള സ്റ്റാളുകൾ. മെയിനായിട്ട് വുഡിൻ്റെ ഫർണിച്ചർ തന്നെയാണ് കേട്ടോ, തേക്കിൻ്റെ. ഇതാ ഇവിടെ കണ്ട എല്ലാ പച്ചക്കറികളുടെയും വിത്ത് ഇവിടെ ഉണ്ട് കേട്ടോ. അതേമാതിരി പൂക്കളുടെ ചെടികളുടെ ഒക്കെ വിത്ത് ഇവിടെ ഉണ്ട്. വാഴ വിത്തുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജിയാണ് കേട്ടോ അത്. പണ്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കിട്ടിയിരുന്ന മിഠായികളുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അമ്മ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി, എണ്ണയാ തീരാത്ത അത്രയും വെറൈറ്റി ഉണ്ട് കേട്ടോ.
കുറച്ചൊക്കെ വാങ്ങി. അത് മോനൊറ്റയിരിപ്പിൽ രാത്രി കുറേ കഴിച്ചും ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചില്ല. അങ്ങനെ കേട്ടോ ഈ ഒരു സംഭവം വാങ്ങി കേട്ടോ. ഇത് നമുക്ക് സാധാരണ ചില സ്ഥലത്തൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു പൊടിഞ്ഞു പോണ ശർക്കരയായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അത് അന്ന് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കിട്ടിയിരുന്നത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന കിട്ടിയിരുന്ന നമുക്ക് വാങ്ങാൻ കിട്ടിയിരുന്ന ടൈപ്പ് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ബുക്ക് സ്റ്റാളിൽ കയറി 2 ബുക്ക് വാങ്ങി. മോനെ എഴുതാനും അവൻ്റെ ടീച്ചർ ഇപ്പം ഇന്ന് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എഴുതിപ്പിക്കണം, ടച്ച് വിട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എഴുതിപ്പിക്കാൻ പറ്റിയ 2 ബുക്സൊക്കെ വാങ്ങി. പിന്നെ അതാ വീണ്ടും അച്ചാറിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ. ഈ തേൻനെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വാങ്ങി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അത് വാങ്ങിയിട്ടാ. അച്ചാറും വാങ്ങി. ഏതൊക്കെയോ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ല, അച്ചാറിനോട് ഭയങ്കര താല്പര്യമുള്ള ആളൊന്നുമില്ല. ചക്ക വരെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ നമ്മൾ കേൾക്കാത്ത അച്ചാറുകളൊക്കെ ഉണ്ട്. ഞാൻ കേൾക്കാത്ത അച്ചാറുകളൊക്കെ ഉണ്ട്. ഈ ഉണക്കമാങ്ങൻ്റെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ബജ്ജിമുളകിൻ്റെ അച്ചാർ. ഇത് ബ്ലൂബെറി ആയിരുന്നു കേട്ടോ, ഈ ജാമു പോലെ കാണുന്നത്. ഇതാ വലിയ മുളകിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കയറ്റിയിട്ടുള്ള അച്ചാർ ഒക്കെ. ഇത് ബ്ലൂബെറിയാണ്. ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ അങ്ങനെ എന്തോ പറഞ്ഞു. ബ്ലാക്ക്ബെറിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ അത് കഴിഞ്ഞിട്ട് ഈ യന്ത്രൂഞ്ഞാൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമാണ് മാസി എവിടെ കണ്ടാലും. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ കാക്ക പറഞ്ഞു ഇവനതിലൊന്ന് കയറ്റി ടേസ്റ്റ് ഒന്ന് അറിയിപ്പിച്ച് കൊടുക്കണം. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ആയില്ല കേട്ടോ. ഭയങ്കര പേടിയൊന്നും ഉണ്ടായില്ല. ആദ്യം തുടക്കത്തിലൊരു പേടി ഉണ്ടായി, പിന്നെ പേടിയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പിന്നെ രാത്രി എന്നോട് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ രാത്രി കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുപോയിട്ട് അതിൽ കയറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഇതെവിടെ കണ്ടാലും കാക്കാക്ക് കുറച്ച് പൈസ കളയാണ് കേട്ടോ. ഒരു താല്പര്യമാണ്. പക്ഷെ ഒറ്റ പോലും അടിക്കൂല. ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ മാങ്ങയൊക്കെ എറിയാൻ പോകാത്തതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അങ്ങനെ ആ പൈസയും കളഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഇനി വീണ്ടും ഒരു ബ്ലോഗിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.